വീണ്ടും വീണ്ടും ചൈനയ്ക്ക് നാണക്കേടുണ്ടാവുന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ് പ്രശാന്ത് സാർ ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ രാജ്യം എന്ന രീതിയിലൊക്കെ കണക്കാക്കുന്ന ഒരു രാജ്യത്തുള്ള വിമത ഗ്രൂപ്പ് ചൈനയുടെ നാലാം തലമുറ യുദ്ധവിമാനത്തെ വെടിവെച്ച് താഴെയിട്ടിരിക്കുന്നു എന്നുള്ള തരത്തിലാണ് വാർത്തകൾ വരുന്നത്. ഈ വാർത്ത എത്രത്തോളം ശരിയാണ്? ചൈന എന്താണ് ഇത്തരത്തിൽ വീണ്ടും വീണ്ടും നാണക്കേടുകൾ ഏറ്റുവാങ്ങുന്നത്? പണ്ടൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ഇടി വെട്ടിയവന്റെ തലയെ പാമ്പ് പിടിച്ചെന്ന്. ഇപ്പൊ ചൈനയുടെ അവസ്ഥ ഏതാ? സിന്ധുവിന് ശേഷം അവരുടെ യുദ്ധക്കോപ്പുകളെ പറ്റി ലോകത്തെങ്ങും ചർച്ച ആയിക്കൊണ്ടിരിക്കുന്നതൊന്നും കൊള്ളുന്നതല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നുള്ള രീതിയിലേക്ക് വരുന്നു. ഇപ്പൊ ദാണ്ട് മ്യാൻമറിലെ വിമത ഗ്രൂപ്പ്, മ്യാൻമർ ലിബറേഷൻ ആർമി, അവിടുത്തെ ഒരു പാലെ ടൗൺഷിപ്പ് എന്ന് പറയുന്ന ഒരു ടൗൺഷിപ്പിൽ FTC 2000G എന്ന് പറയുന്ന ചൈനീസ് യുദ്ധവിമാനം വെടിവെച്ചിട്ടിരിക്കുകയാണ്. അവരത് പറഞ്ഞു, ഞങ്ങളാ വെടിവെച്ചിട്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ ഈ മ്യാൻമർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ജുണ്ട ഗ്രൂപ്പ്, അല്ലെങ്കിൽ അത് അട്ടിമറിയിൽ കൂടി അവരുടെ കയ്യിലാണ്. അതിനുവേണ്ടി ഇപ്പൊ ചൈനയാണെന്ന് സഹായിച്ചത്. അപ്പൊ ഈ മ്യാൻമർ ബോർഡറുകളിൽ, അല്ലെങ്കിൽ മ്യാൻമർ ഔദ്യോഗിക ഭാഗമായി ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങളും അവിടെ ചില നീക്കുപോക്കുകളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന മ്യാൻമർ അകത്ത് കയറി ചില അല്ലെങ്കിൽ ചില നീക്കങ്ങൾ അദ്ദേഹത്തിന്, അവരുടെ ഈ രാജ്യങ്ങൾ തമ്മിൽ ചില നീക്കങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അവിടെ ചില വഴികളും മറ്റു കാര്യങ്ങളും വെട്ടുന്നതിനും, അപ്പം ഈ അന്താരാഷ്ട്ര ലെവലിൽ അത്തരത്തിൽ നീക്കം നടത്തുന്നതിന് അപ്പം മ്യാൻമറിൽ ഈ വിമതന്മാരെ ഇടയ്ക്കിടയ്ക്ക് യുദ്ധവിമാനങ്ങൾ കൊണ്ടുചെന്ന് വിമതന്മാരെ ഒതുക്കുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ ജുണ്ട വിഭാഗം ഔദ്യോഗിക വിഭാഗമായിട്ടുള്ള ഗവൺമെന്റിനെ സഹായിക്കുന്നതാണ് ഈ ചൈന ചെയ്തുകൊണ്ട്. അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചൈനയുടെ ഭാഗത്തു നിന്ന് അറ്റാക്ക് ഉണ്ടാവുകയൊക്കെ ചെയ്യും. അപ്പം ഈ ഈ സമയത്താണ് വീണ്ടും അത്തരത്തിലുള്ള ആക്രമണം ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ബോർഡറിലേക്ക്, അവരുടെ അധീനതയിൽ ഇരിക്കുന്ന ഈ മ്യാൻമർ ലിബറേഷൻ ആർമിയുടെ അധീനതയിൽ ഇരിക്കുന്ന ടൗൺഷിപ്പിലോട്ട് കയറിയപ്പോഴാണ് ഈ വിമാനം വെടിവെച്ചിട്ട്. അപ്പം ചൈന പറയുന്നത് അല്ലല്ല, ഇത് തറയിൽ അവരുടെ സാങ്കേതിക തകരാറ് കൊണ്ട് തറയിൽ വീണതാണെന്നാണ് പറയുന്നത്. അപ്പം അതിനകത്ത് അറിയാലോ, ലിബറേഷൻ ആർമി ഇപ്പൊ ബംഗ്ലാദേശിലും മ്യാൻമറിന്റെ ബോർഡറിലും ഒക്കെ വളരെ കൂടുതലായിട്ടുണ്ടല്ലോ. നമ്മുടെ ഈ മറ്റേ അരക്കൻ ആർമി, അറിയാം, അരക്കൻ ആർമി അറിയാലോ. അരക്കൻ ആർമി ഈ മ്യാൻമർ ബോർഡറും അല്ലെങ്കിൽ ബംഗ്ലാദേശും അവിടുത്തെ ഒരു ദ്വീപും ഒക്കെ കയ്യേറി വെച്ചിരിക്കുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള വിമത ഗ്രൂപ്പുകൾ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിമത ഗ്രൂപ്പ്, മ്യാൻമറിലെ വിമത ഗ്രൂപ്പിനും അവിടുത്തെ ഔദ്യോഗിക പട്ടാളത്തിന് അവരെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയ്ക്ക് അപ്പുറമാണ് അവരുടെ സൈനിക ബലം. ഇപ്പൊ അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ ലിബറേഷൻ ആർമിയുടെ സഹായമുണ്ട്. ഇവർ പരസ്പരം രണ്ട് ഗ്രൂപ്പുകളായിട്ട് നിൽക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും മറ്റേ ഭരണകൂടത്തിനെതിരെ വരുമ്പോൾ ഒന്നിച്ചു പോരാടും. മാത്രമല്ല, ഇവരുടെ ആധിപത്യത്തിൽ ഇരിക്കുന്ന സ്ഥലത്തേക്ക് മ്യാൻമർ ലിബറേഷൻ ആർമി കയറാറില്ല, അരക്കൻ ആർമിയുടെ പ്രദേശത്തേക്ക്. അങ്ങനെ അവര് പരസ്പരം ആ ഒരു ധാരണയിലാണ് പോകുന്നത്. ഇപ്പൊ ഈ വിമതന്മാരുമൊക്കെ രാജ്യങ്ങൾ തമ്മിൽ ധാരണയിൽ ഉള്ളതുപോലെ ഇതുപോലെ പ്രോക്സി ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ വിമത ഗ്രൂപ്പുകൾ തമ്മിൽ വളരെ ധാരണയിലാണ്. അപ്പൊ നിങ്ങളുടെ പ്രദേശത്തോട്ട് ഞാൻ കയറത്തില്ല, എന്റെ പ്രദേശത്ത് നമ്മൾ കയറത്തില്ല, നമ്മൾ ഒന്നിച്ചൊരു ആവശ്യം വന്നാൽ നിൽക്കണം, രാജ്യങ്ങളെ കീഴ്പ്പെടുത്തണം. അപ്പൊ ഔദ്യോഗികമായിട്ട് ഉള്ള രാജ്യത്തിനെ സഹായിക്കാൻ നിൽക്കുന്ന ഈ ബോർഡറുകൾ അരക്കൻ ആർമി ഉൾപ്പെടെയുള്ളവർ കൈയടക്കി ഇരിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഇവർ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ ഇവർക്ക് വേണ്ട രീതിയിലുള്ള ബിസിനസ്സുകളും വഴികളും ഒരുക്കുന്നതിന് ചൈനയ്ക്ക് കുറെ നാളുകളായിട്ട് സാധിക്കാതെ വരുന്നത് ഈ വിമത ഗ്രൂപ്പും അരക്കൻ ആർമിയൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവരുടെയും കൂടെ ആവശ്യമാണ് ഇവരെ ഒതുക്കേണ്ടത്. പക്ഷെ അവർ ഒതുങ്ങുന്നില്ല എന്നുള്ളതാണ്. ഓരോ ദിവസവും ഇവരുടെ സൈനിക ബലം വർദ്ധിക്കുന്നു, ഇവർക്ക് ആയുധങ്ങൾ കൂടുന്നു. നേരത്തെ ഈ ലിബറേഷൻ ആർമിയെ ഇടയ്ക്ക് നിന്ന് ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്നതിന് പുറകെ നിന്ന് ആയുധം കൊടുത്തവരാ ചൈന. അപ്പൊ ഇപ്പം പക്ഷെ അവർ അട്ടിമറിച്ച ഒരു ഗവൺമെന്റ് നിന്നപ്പോൾ അവർക്ക് വിമത ഗ്രൂപ്പ് എതിരായിട്ട് നിൽക്കുന്നു, മറ്റവരെ സഹായിക്കുന്നു. അപ്പൊ എന്തായാലും നമ്മൾ ഈ പറഞ്ഞതുപോലെ ലോകത്തിൽ ചൈനയുടെ ആയുധം ആർക്കും വെടിവെച്ചിടാം എന്നുള്ള രീതിയിലേക്ക് വരും. ഇപ്പൊ ഈ ഇന്ത്യ കണ്ടിത് ചിരിക്കുവാണ്. സാധാരണ ഇപ്പൊ സിന്ദൂരി വേണേ പറയാൻ വലിയൊരു യുദ്ധമാണ്, രണ്ട് ആണവ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമായിരുന്നു, പാകിസ്ഥാൻ പോലുള്ള യുദ്ധമായിരുന്നു. അതിനകത്ത് ഈ ആയുധങ്ങൾ വലിയ യുദ്ധമായപ്പോൾ ഏറ്റുമുട്ടലിനകത്ത് കൊണ്ട് ഇപ്പൊ മ്യാൻമർ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന വിമതന്മാര് അത് നാലാം തലമുറ വിമാനമാണ്. നിസ്സാര വിമാനമൊക്കെ ഒന്നും ആയിട്ടല്ല ലോകം കാണുന്നത്. FTC 2000 ഇപ്പോഴും ഒരു വിൽപ്പനയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന 2000 എന്ന് പറയുന്ന വിമാനം വെടിവെച്ചിടുക എന്ന് പറഞ്ഞാൽ ഇപ്പം ചൈനയ്ക്ക് ആകെപ്പാടെ നാണക്കേട്. ഇതിപ്പോ ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത്തരത്തിൽ ചൈനയുടെ ആയുധങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു ബലം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ വിമത ഗ്രൂപ്പുകൾക്ക് പോലും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ളൂ, അല്ലെങ്കിൽ ഇത്തരത്തിൽ
ഈ വിമത ഗ്രൂപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാലോ വലിയ ആധുനികമായിട്ടുള്ള മിസൈലോ അല്ലെങ്കിൽ അതുപോലെ ഉള്ള സംവിധാനങ്ങളോ ഒന്നുമില്ല. ഇത്തരം വിമാനങ്ങളൊക്കെ വലിയ സംവിധാനങ്ങൾ അല്ലെങ്കിൽ അത്രയ്ക്ക് കൃത്യതയുള്ള മിസൈലുകളും അല്ലെങ്കിൽ ഡ്രോണുകളും ഒക്കെ ഉപയോഗിച്ച് അതിനെ വീഴ്ത്താൻ പറ്റത്തില്ല. അപ്പൊ അതുപോലും വേണ്ട, താഴെ നിന്ന് ഒരു കൊച്ചു തോക്കെടുത്ത് വെടിവെച്ച് തറയിടാൻ പറ്റുന്ന രീതിയിലേക്ക് ഉള്ളെന്നൊക്കെ ഉള്ള രീതിയിലേക്ക് ഇത് വലിയ അന്താരാഷ്ട്ര ലെവലിൽ ചൈനയ്ക്ക് വീണ്ടും ഒരു ക്ഷീണമാണ്. ചൈനയുടെ ആയുധ കച്ചവടത്തിൽ ലോകത്ത് ഒന്നാം നമ്പറായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നീങ്ങാൻ ആഗ്രഹിക്കുന്നതും ഞങ്ങളുടേതാണ് മുന്തിയതെന്നൊക്കെ വീണ്ടും വീണ്ടും ഉറക്കെ വിളിച്ചു പറയുമ്പോൾ അത് അങ്ങനെയല്ലെന്ന് തെളിയിക്കുന്ന രീതിയിലേക്കാണ് ഇത്തരം സംഭവങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ചൈനയുടെ വിമാനം വീഴുമ്പോൾ ഇന്ത്യ ചിരിക്കുന്നത്, അതായത് ഇന്ത്യ ചിരിച്ചാൽ ചൈനയുടെ വിമാനം വീഴും എന്നുള്ള ട്രോളുകൾ വരെ ഇപ്പം സാമൂഹ്യ മാധ്യമങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ലോകത്തിന് മുന്നിൽ ചൈന നാണം കെടുന്നു എന്ന് മാത്രമല്ല, ചൈനയുടെ യുദ്ധവിമാനങ്ങൾക്ക്, അത് ഏത് തലമുറയിൽപ്പെട്ടതായാലും ചൈനയുടെ യുദ്ധവിമാനങ്ങൾക്ക് ഇത്രമാത്രം സുരക്ഷയേ ഉള്ളൂ എന്നുള്ള കാര്യമല്ലേ ഇതിലൂടെയൊക്കെ വ്യക്തമാവുന്നത്. അതെ അതെ, അത് തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചൈനയുടെ യുദ്ധവിമാനങ്ങളല്ല, ചൈനയുടെ യുദ്ധവിമാനങ്ങൾ, മിസൈലുകൾ, പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയ്ക്കെല്ലാം ലോകത്തുടനീളം അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ആയുധങ്ങൾ മേടിച്ചുകൊണ്ടിരുന്ന രാജ്യങ്ങൾ ഉൾപ്പെടെ അത് കൊള്ളാമോ അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രയോജനപ്രദമാകുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുമ്പോൾ, സിന്ദൂരിന് ശേഷം ആ ആശങ്ക വർദ്ധിച്ചിരിക്കുമ്പോൾ വീണ്ടും ചൈനയുടെ ആയുധങ്ങൾ മോശമാണെന്ന് കാണുന്ന രീതി. ഇപ്പൊ സിന്ദൂർ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ സിന്ധുവിന്റെ കാര്യം പറയാം, വലിയ രാജ്യം, രണ്ട് ആണവ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമായതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കാം. അല്ലെങ്കിൽ പാകിസ്ഥാന്റെ പുറത്ത്, പാകിസ്ഥാന്റെ യുദ്ധതന്ത്രത്തിനകത്ത് വന്ന് പാളിച്ച എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഒഴിവാകാൻ പറ്റുന്ന ഒരവസ്ഥയുണ്ട്. അതൊന്നും നടക്കത്തില്ല എന്ന്. അപ്പം അതിന്റെ കൂടെ തന്നെ വെറും മ്യാൻമർ പോലൊരു രാജ്യം പോട്ടെ, ആ രാജ്യമാണെങ്കിൽ കുഴപ്പമില്ല, ആ രാജ്യത്തെ വിമത ഗ്രൂപ്പ് ഇത്തരത്തിൽ നാലാം തലമുറ വിമാനം, ലോകത്തിലെ ഏറ്റവും വലിയ വിമാന ശ്രേണിയിൽ വരുന്ന ഒരു വിമാനം താഴെ വീഴുമ്പോൾ ചൈനയ്ക്കുണ്ടാകുന്ന കോട്ടം, അതായത് ചൈനയുടെ ആയുധങ്ങൾ ഇത്തരത്തിലേ ഉള്ളൂ അല്ലെങ്കിൽ ചൈനയുടെ ആയുധങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് ലോകം പറയുന്നതിന് ആക്കം കൂടുന്ന ഒരവസ്ഥയുണ്ട്. നമുക്ക് വലിയ ഗുണം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ റഷ്യയുടെ ആയുധ വ്യാപാരത്തിനകത്ത് കുറവ് വരും അല്ലെങ്കിൽ റഷ്യ അതിൽ നിന്ന് പ്രത്യേക സാഹചര്യത്തിൽ മാറി നിൽക്കേണ്ടി വരികയും ഒക്കെ ചെയ്യുമ്പോൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതിന് ഈ പറയുന്നത് പോലെ നമ്മൾക്ക് മാത്രം സാധ്യമാകുന്ന ഒരു അവസ്ഥ, അതായത് യു എസിനെ പോലും ആയിട്ട് മത്സരിക്കും എന്ന് അല്ലെങ്കിൽ ആയുധ വ്യാപാരത്തിൽ ഇനി ആയിട്ട് മത്സരിക്കാൻ പോകുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറും. ഒരുപക്ഷെ എസിനെ മറികടക്കാനും സാധ്യതയുണ്ട്. കാരണം എസിന്റെ ആയുധങ്ങൾക്കും ത്രെട്ടായി തുടങ്ങും. കാരണം നമ്മളിപ്പോ വിചാരിക്കുന്നത് പോലെ ഇന്നലെ മെനഞ്ഞാന്നിട്ട് നമ്മൾ ചർച്ച ചെയ്ത ഓരോ ദിവസവും പ്രതിരോധ സംവിധാനം, ഓരോ രീതിയിലുള്ള വലിയ മിസൈലുകൾ അല്ലെങ്കിൽ ഹൈപ്പർസോണിക് മിസൈലുകൾ ഉൾപ്പെടെയുള്ള ഇന്ത്യ. അതുകൊണ്ടാണ് ഇപ്പൊ പറയുന്നത്, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇന്ത്യ ചിരിക്കുന്നു, ചൈനീസ് വിമാനം വീഴുന്നു എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ചർച്ചയാണ് പോകുന്നത്. അപ്പം ഇത് ചൈനയ്ക്ക് വലിയൊരു മോശം അവസ്ഥയാണ്. ഇതിനകത്തുനിന്ന് ചൈന കരകയറണമെങ്കിൽ ചൈനയ്ക്ക് ഇനി ഇത് തെളിയിക്കേണ്ടതിന് വേണ്ടി ഒരു യുദ്ധം തന്നെ ഉണ്ടാക്കേണ്ടി വരും. കാരണം ചൈന പരാജയപ്പെട്ടത് അല്ലെങ്കിൽ ഇത്തരത്തിൽ ആയുധങ്ങൾ കൊള്ളത്തില്ല എന്ന് ലോകം വിലയിരുത്തിയത് സിന്ധൂരിലൂടെയാണ്. അപ്പൊ ഞങ്ങളുടെ ആയുധം കൊള്ളാം എന്ന് പറയുന്നതിന് വേണ്ടി വേണമെങ്കിൽ ഒരു യുദ്ധം, അറിവിന് ശേഷം യുദ്ധം ചൈന ചെയ്തിട്ടില്ല, യുദ്ധം തന്നെ വേണ്ടി വരും. അല്ലെങ്കിൽ അതുവരെയുള്ള ആ ഒരു മൊണോപ്പൊളി അല്ലെങ്കിൽ ആ ഒരു നമ്മൾ പറയത്തില്ല ക്രെഡിറ്റ് ഒക്കെ ഇന്ത്യക്ക് ഇരിക്കും എന്നുള്ളതാണ് ഇതിനകത്ത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്ത്യ ചിരിക്കുന്നു, ചൈനയുടെ വിമാനം വീഴുന്നു. അതാണ്. എന്തായാലും മ്യാൻമർ സൈന്യത്തിന് ഒരു കനത്ത പ്രഹരവും അല്ലെങ്കിൽ ചൈനയ്ക്ക് വലിയ നാണക്കേടുമാണ് ഈ ഒരു സംഭവത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. മ്യാൻമറിലെ വിമത വിഭാഗമാണ് ചൈനയുടെ ഈ ഒരു 4ാം തലമുറ യുദ്ധവിമാനത്തെ വെടിവെച്ചിട്ടിരിക്കുന്നത്. ചൈനയുടെ യുദ്ധവിമാനങ്ങൾക്ക് ഇത്ര മാത്രമേ സുരക്ഷിതത്വമുള്ളൂ എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അല്ലെങ്കിൽ അതാണ് യാഥാർത്ഥ്യവും. അപ്പോഴും ഇന്ത്യക്ക് ഇത്തരം സംഭവങ്ങൾ, ചൈനയ്ക്കുണ്ടാകുന്ന ഇത്തരം നാണക്കേടുകൾ നേട്ടമാകുന്നു എന്നുള്ളതാണ് വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ.